ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതേ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതും ഒരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മൾ നെല്ലിയാമ്പതി കാട്ടിൽ താമസിക്കാൻ പോയതാണ് കേട്ടോ. ഇത് സാധാ ഒരു ട്രിപ്പല്ലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കാട്ടിലേക്കുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ നാളുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് നടുക്കൊക്കെ നമുക്ക് താമസിക്കണം. നമുക്ക് കുറേ സ്പോട്ട് ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു സ്പോട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ അവിടെ കണ്ടു പോകുന്നത് അത് നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. ഒരു സർപ്രൈസിങ് സ്പോട്ട് തന്നെയാണ്. കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ കുതിരാൻ വഴിയാണ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യൂസ് കാണാം. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ നെല്ലിയാമ്പതി ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കാന നമ്പറും സംഭവങ്ങളൊക്കെ അങ്ങനെ എഴുതി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു സ്ലിപ്പ് കാര്യമായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറേണ്ടത്. കണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയതില്ലേ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ട് സീതാർക്കുണ്ട് വ്യൂ പോയിൻ്റ് കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. എന്നിട്ടാണ് നമ്മൾ സീതാർക്കുണ്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോയത് കേട്ടോ. അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് വേണം ആ വ്യൂ പോയിൻ്റ് എത്താൻ. ആ വ്യൂ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാലില്ലേ നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമം ഫുൾ കാണാൻ പറ്റും. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കുറച്ച് അവിടെ നിന്നും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില്ല് ചെയ്ത് നടന്നിട്ട് നമ്മൾ അവിടെ നിന്നും വണ്ടി എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോണ വഴിക്കിൽ ഒരു സിംഹവാലങ്ങനെ കുരങ്ങനെ കണ്ടു കേട്ടോ. അത് കുറേ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് കുറേ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോസിൽ ചിലതൊക്കെ എടുക്കാൻ പറ്റും, ചിലതൊക്കെ എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കണ്ടോ കഴിച്ചത്. എന്തൊരു പേരുണ്ടായിരുന്നു ആ ബിരിയാണിക്ക് ഇട്ടുള്ള റാവുത്തർ ബിരിയാണി എന്തോ ഒരു പേരുണ്ടായിരുന്നു ആ ബിരിയാണിക്ക്. ആംബൂർ ബിരിയാണി എന്തോ അത് കഴിച്ചിട്ടോ. ഞാൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അവരാണ്ടോ അതൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ സ്പോട്ടിൽ തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്പോട്ടിൽ നിന്നില്ലേ നമ്മില്ലേ ജീപ്പ് എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ. അതായത് 13 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ട്രക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്പോട്ടിൽ എത്താൻ കേട്ടോ. അപ്പോൾ നമ്മളെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജീപ്പിൽ കയറി നമ്മൾ അവിടെ നിന്നുള്ളൊരു സഫാരി തുടങ്ങി കേട്ടോ. പിന്നെ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു. നമ്മൾ എപ്പോഴും പല ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ട്രക്കിങ് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം 13 കിലോമീറ്റർ ഇങ്ങനെ കുണ്ടും കുലുങ്ങി നമ്മൾ ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥലത്തിൻ്റെ വ്യൂവും അവിടുത്തെ ആംബിയൻസ് അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇല്ലേ നമുക്ക് വെറുതെ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കിതുവരെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി താമസിച്ചിട്ടില്ല കേട്ടോ. ലക്ഷറി ഒന്നുമല്ല ആ റിസോർട്ട്, പക്ഷേ എന്നാലും സൂപ്പർ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു കേട്ടോ. എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വ്യൂസ് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ പോണ വഴിയിൽ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ 3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് നേരം. പിന്നെ നമുക്ക് ഒരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കയറിയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു നമുക്ക് നേരെ റൂമിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആ വ്യൂ പോയിൻ്റ് ഇതേപോലെ തന്നെ സെയിം ആയതുകൊണ്ട് നമുക്ക് കയറിയില്ല കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ പോണ വഴിക്കില്ലേ കാട്ടുപൂത്തലൊക്കെ കണ്ടിട്ടോ. കുറേ കാട്ടുപൂത്തലൊക്കെ കണ്ടിട്ടോ. കാട്ടുപൂത്തലൊക്കെ കണ്ടിട്ടും മതിയായി നമുക്ക്. ബൈസൺ ആണ് ഇത്. അങ്ങനെ അതിനെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ വണ്ടി നിർത്തി അതിനെ സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഈ 13 കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോൾ പല കാഴ്ചകളുണ്ടും കാണാൻ പറ്റിയത്. പല ടൈപ്പ് മാന്, കാട്ടുപന്നി, പിന്നെ മയിലൊക്കെ കുറേ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറേ കണ്ട് നമ്മൾ പിന്നെ ഒരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടോ. സെക്കൻഡ് വ്യൂ പോയിൻ്റ് നമുക്ക് നമ്മൾ തേർഡ് വ്യൂ പോയിൻ്റ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്പോട്ടിലേക്ക് കയറിയത്. നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്പോട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ടിൻ്റെ ചെക്കിൻ സ്ഥലമുണ്ട്. ഇത് ഇവിടെ 2-3 ടൈപ്പ് ഹൗസുകളുണ്ട് കേട്ടോ. ഗ്രീൻ ഹൗസ്, വൈറ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഹെറിറ്റേജ് ബംഗ്ലാവാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അതായത് 70 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിത ഹെറിറ്റേജ് ബംഗ്ലാവിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ചായയും പിന്നെ ബജിയും കൂടി കിട്ടി കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെ വന്നോട്ടെ. ഈ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ വന്നോർന്ന്. അങ്ങനെ ഇതാണ് അവിടുത്തെ ഡൈനിങ് ഏരിയ. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ രാത്രി ഇവിടെ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ ഇല്ലേ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല മഞ്ഞൊക്കെ മൂടി ഇരുട്ടായിട്ടില്ലേ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ആ ബജിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ നേരെ സ്റ്റേയിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വ്യൂസ് കാണാം. ഇതാണ്
കേട്ടോ നമ്മുടെ സ്റ്റേ ചെയ്ത് നമ്മുടെ ഹെറിറ്റേജ് ബംഗ്ലാവ്, നമ്മുടെ ബ്രിട്ടീഷുകാരെ 70 വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞൊരു ബംഗ്ലാവാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ മലപ്പൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷേ നമുക്ക് പിറ്റേ ദിവസം ഒന്നും അവിടെ നിന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും കോടയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഇപ്പം ഇത്രയും ക്ലിയർ സ്കൈ ആണെങ്കിലും ഇല്ലേ, നമുക്ക് പിറ്റേ ദിവസവും രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ കോട കൊണ്ട് മൂടി കേട്ടോ. അതുകൊണ്ട് നമുക്കില്ലേ ഇതിൻ്റെ ഈ ഒരു സ്റ്റേൻ്റെ ഒപ്പം നമുക്കൊരു കോംപ്ലിമെൻ്ററി നൈറ്റ് സഫാരി ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും സൂപ്പർ സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ആയിട്ട് ഞാൻ ഇല്ലേ പാലക്കാട് ഫുൾ കറങ്ങിയതും എല്ലാം കൂടിയായിട്ട് ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ബെഡ്റൂം. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലക്ഷറി ആഗ്രഹിക്കുന്നവർക്കൊന്നും പറ്റിയ റൂമല്ല ഇത്. നമുക്ക് നമ്മുടെ ഫോറസ്റ്റും വൈൽഡ് ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ ഇത്. അപ്പോൾ പണ്ടത്തെ ആർക്കിടെക്ചറൊക്കെ ഉണ്ടോ ഇതിനുള്ളിലുള്ള റൂമിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആയിട്ടുള്ളൊരു സെക്കൻഡ് പാർട്ട് നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയതും നൈറ്റ് നമ്മുടെ ജംഗിൾ സഫാരി അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടി ഒരു വീഡിയോ സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.